ഈ വെളിച്ചമൊക്കെ കാണുമ്പോൾ നമ്മളോർക്കും കർത്താവ് ഇങ്ങനെ ജനിച്ചെന്ന്. ഈ സ്റ്റാറുകളൊക്കെ കാണുമ്പോൾ നമ്മളോർക്കും കർത്താവ് ഇങ്ങനെ ജനിച്ചെന്ന്. ഇങ്ങനെയൊന്നുമല്ല കർത്താവ് ജനിച്ചത്. പക്ഷെ കർത്താവ് ജനിച്ചു കഴിഞ്ഞിട്ടായി വെളിച്ചം നമ്മുടെ ഉള്ളിൽ വന്നത്. അതുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മൾ ഓർക്കും ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, പുറമേ ഉള്ള വെളിച്ചമല്ല, അകമേ ഒരു വെളിച്ചം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എന്തു അവസ്ഥയിലായിപ്പോയി. ഇവിടെ കണ്ട ഈ പ്രകാശം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഇതൊന്നുമല്ല, യേശു നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളതാണ് സത്യം. യേശു ആരാണെന്നുള്ള അറിവാണ് നമ്മളെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ഈ ക്രിസ്തുമസ് എന്ന സന്ദേശം മതത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകളെ ഭേദിക്കുന്നത്. താങ്ക് യു ലോർഡ്. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ ക്രിസ്തുമസ് നമ്മളെ നിർബന്ധിക്കുക. കാരണം ഈ യേശു ഈ ഭൂമിയിൽ ജനിച്ചത് സ്നേഹമായിട്ടാണ്. ഹല്ലേലൂയ. യേശു സ്നേഹമാണ്. സ്നേഹം എന്ത് ചെയ്യുന്നു? ഭയത്തെ പുറത്താക്കും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിക്കേ. ആരോടും നമ്മുടെ അകത്ത് ഒന്നും വെക്കാതെ ഇന്നസെന്റ് ആയിട്ട് ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിക്കേ. നിങ്ങളുടെ അകത്തെ ഭയം മാറുന്നതില്ല. ചുമ്മാ പറയില്ല, എക്സ്പീരിയൻസ്. യേശു ക്രിസ്തു നമ്മുടെ അകത്ത് വന്നാൽ പുറമേ ഉള്ളതിനെ കുറിച്ച് നമുക്ക് ഭയം വരത്തില്ല. കാരണം നമ്മുടെ അകത്ത് സന്തോഷമായിരിക്കും. യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്, അവതരിച്ചത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി ക്രൂശിൽ യാഗമായി തീരുവാനാണ്. മനുഷ്യന്റെ പ്രവൃത്തി പൂർണ്ണത ഉള്ളതല്ല. അതിന് ദൈവം ഒരുക്കിയ മാർഗമാണ് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രൻ പാപികൾക്കായി യാഗമാകുക എന്നുള്ളത്. നമുക്കുള്ള ഏക പങ്ക് യേശു ക്രിസ്തു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലെ കരേറി. ഹല്ലേലൂയ. ഇനിയും അവൻ നമ്മളെ ചേർക്കാൻ മടങ്ങി വരും എന്ന് വിശ്വസിച്ചാൽ നാം രക്ഷിക്കപ്പെട്ടു. ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലും യേശു ക്രിസ്തു ആ ക്രൂശിനെ ഹല്ലേലൂയ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്തിനാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ട്, നിങ്ങളെ എന്നെ ആ നിത്യതയിലെത്തിക്കുവാൻ യേശു ക്രിസ്തു ആ ക്രൂശിൽ യാഗമായി. ഈ ലൈറ്റും വെളിച്ചവും ഒക്കെ നല്ലതാണ്.